നിയമനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് UPST റാങ്ക് ഹോൾഡർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം തുടങ്ങി. അധ്യാപക നിയമനങ്ങൾ വേഗത്തിലാക്കാനും ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് ഉദ്യോഗാർത്ഥികളുടെ സമരം. റിസ്വാൻ ഹുസൈൻ റിപ്പോർട്ടിലേക്ക്. റാങ്ക് ലിസ്റ്റ് വന്ന് 10 മാസം പിന്നിടുമ്പോഴും 2 ജില്ലകളിലൊഴികെ 1ാം റാങ്കുകാർക്ക് പോലും നിയമനം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണമാണ് UPST റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സാഹചര്യത്തിൽ അവർ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. നിലവിൽ 5ാം ക്ലാസ്സിൽ 1:30 എന്നുള്ളതാണ് വിദ്യാർത്ഥി അധ്യാപക അനുപാതം. ഇത് 1:25 ആക്കണം. 6-7 ക്ലാസ്സുകളിലെ ഇത് 1:35 നിന്ന് 1:30 ആക്കണം. മറ്റൊന്ന്, പല സ്കൂളുകളിലും HMകാർക്ക് ക്ലാസ് ഡ്യൂട്ടി ഉണ്ട്. ഈ ക്ലാസ് ഡ്യൂട്ടി ഒഴിവാക്കി പകരം അവിടെ പുതിയൊരു നിയമനം നടത്തണമെന്നുള്ളതാണ് ഇവരുടെ ഒരു ആവശ്യം. ഈ ആവശ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പുതിയ നിയമനങ്ങൾ ഉണ്ടാകും. ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് നിയമനം ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ കൂടെ ഈ ഉദ്യോഗാർത്ഥികൾ ചേരുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക്, അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാൻ ഞങ്ങൾ 10 മാസമായിട്ട് തന്നെ ഈ ഒരു ലിസ്റ്റിൻ്റെ പുറകെ തന്നെ നടക്കുകയായിരുന്നു. അന്നത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഇപ്പോൾ നിലവിൽ മാറിയിട്ടുണ്ട്. ഇവരെ 2 കൂട്ടരെയും ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞതാണ്. പക്ഷേ 2 പ്രാവശ്യം ഞങ്ങൾ ഒരു സൂചനാ രീതിയിലുള്ള ഒരു സമരം നടത്തിയിരുന്നു. യാതൊരുവിധ അനുകൂല മറുപടിയും ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ അനിശ്ചിതകാലത്തേക്ക് UPST റാങ്ക് ഹോൾഡേഴ്സ് സമരങ്ങൾ നടത്തുന്നത്. കാരണം നിയമനം നടക്കുന്നില്ല. ലിസ്റ്റിൻ്റെ എണ്ണമൊക്കെ വളരെ കുറവാണ് 14 ജില്ലയിലും. പക്ഷേ നിയമനങ്ങൾ വളരെ കുറവാണ്. നാമമാത്രമായ നിയമനങ്ങൾ പോലും നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം LPSTക്കാരും വിദ്യാഭ്യാസ മന്ത്രിയുമായി 6ാം വട്ട ചർച്ച നടത്തിയിരുന്നു. ഇത്തരത്തിൽ UPSTക്കാരുമായി നിങ്ങളുമായിട്ട് എന്തെങ്കിലും ചർച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം ഞങ്ങൾ സമരം നടത്തിയപ്പോൾ ഞങ്ങൾ അവരെ കണ്ടിരുന്നു. കണ്ടപ്പോൾ അദ്ദേഹം ഞങ്ങൾ പഠിക്കട്ടെ, ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ എന്ന് ഉള്ള ഉത്തരങ്ങൾ മാത്രമാണ് നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഈ പറയുന്ന ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും പ്രതിപക്ഷത്തെയും കണ്ടു. അവരും അങ്ങനെ തന്നെയാണ് പറയുക. ഇതൊരു മുന്നോട്ടൊരു മുന്നോട്ടൊരു നീക്കുപോക്കില്ല. അതാണ് സത്യം. എന്നാണ് ഇവർ പഠിച്ചു കഴിയുക? ഇനിയിപ്പോൾ ഞങ്ങളുടെ കാലാവധി എന്ന് പറഞ്ഞ 2 വർഷം കൂടിയേ ഉള്ളൂ. ഈ 2 വർഷം എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നഷ്ടപ്പെട്ടു പോകുന്നത് ഞങ്ങളുടെ സ്വപ്നവും ഞങ്ങളുടെ ജീവിതവുമാണ്. പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ തികച്ചും ന്യായമാണ്. ഞങ്ങളുടെ സാമ്പത്തികമില്ല. സാമ്പത്തികം ഉണ്ടായിരുന്നെങ്കിൽ എയ്ഡഡ് സ്കൂളിലൊക്കെ 60, 50, 80 ലക്ഷങ്ങളൊക്കെ കൊടുത്ത് കയറാമായിരുന്നു. എയ്ഡഡ് സ്കൂളിൽ കയറാമായിരുന്നു. അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല. പഠിച്ച് ഈ സാറ് പറയും പോലെ രാത്രികൾ പാലാക്കി ഇരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് സെക്രട്ടറിയേറ്റ് മുന്നിൽ വന്ന് സമരം ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിൽ വരെ എത്തി. ഇപ്പം ഒരു ജോലി മേടിക്കാൻ നമ്മൾ എത്രത്തോളം ശ്രമിക്കണം, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം പഠിക്കണം, അതിലും ബുദ്ധിമുട്ടാണ് ഒരു ജോലി നേടിയെടുക്കുക എന്ന് പറയുന്നത്. ഈ അനുപാതം, വിദ്യാർത്ഥി അധ്യാപക അനുപാതം കുറയ്ക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാൻ തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനൊപ്പം റിസ്വാൻ ഹുസൈൻ, മീഡിയ 1, തിരുവനന്തപുരം.